അവരാർക്ക് വേണമെങ്കിൽ അവരാരും ഉണ്ടാക്കി കഴിക്കണം. ഞെട്ടാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിലേ നമ്മളൊരു കാര്യം കാണിച്ചു തരാം. വേറൊന്നല്ല, നമ്മളിപ്പോൾ ചായ ഉണ്ടാക്കാൻ പോകുന്നത് ടയർ ഷോപ്പിലാണ്. നമുക്ക് വീട്ടിലൊക്കെ ചായ ഉണ്ടാക്കാനാണെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ അമ്മനോട് പറയും, അല്ലെങ്കിൽ നമ്മൾ സ്വയം ഉണ്ടാക്കി കുടിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഈ സാഹചര്യമൊന്നും നമ്മുടെ പുറത്ത് പോയപ്പോൾ ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് ഈ ഒരു സിലിണ്ടറാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ കത്തുന്നുണ്ട്. നമുക്ക് നൂഡിൽസോ അല്ലെങ്കിൽ ചായയോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് നൈസായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതേ കറിപ്പാത്രം കൊണ്ടുപോകുന്ന പാത്രത്തിനകത്ത് കുറച്ച് തേയിലയുണ്ട്, അതുപോലെ തന്നെ പഞ്ചസാരയുണ്ട് ഗൈസ്. പുറത്ത് വെച്ചിട്ട് നമുക്ക് ചായ കുടിക്കണം തോന്നുമെങ്കിൽ നമ്മൾ പുറത്തുനിന്നാണ് നമ്മൾ ചായ മേടിച്ച് കുടിക്കാറുള്ളത്. പക്ഷേ അവിടെ സിലിണ്ടർ ഇരിക്കുന്ന കാര്യം സേഫ് പറഞ്ഞതിന് ശേഷമാണ് നമുക്കൊരു ചായ ഉണ്ടാക്കാമെന്നൊരു ഐഡിയ തന്നെ ഉണ്ടാവുന്നത്. തുടക്കം കേട്ടൊരു ഫേമസ് ഡയലോഗ് ഇല്ലേ, അത് വേറെ ആരുടെ ഒന്നുമല്ല, എൻ്റെ അമ്മയുടെ തന്നെയാണ്. അവരാർക്ക് വേണമെങ്കിൽ അവരാരും ഉണ്ടാക്കി കുടിക്കണം എന്നുള്ളത്. കാരണം പണ്ട് എൻ്റെ അമ്മ അങ്ങനെയായിരുന്നു. അവിടെയുള്ള മുതുക്കന്മാരുണ്ടായിട്ട് പോലും അവിടെയുള്ള ചെറിയ കുട്ടിയായ എന്നോട് പറയുകയാണ്, ചേച്ചി ചായ ഉണ്ടാക്കി തരുമോയെന്ന്. ഞാൻ സമ്മതിച്ചു കൊടുക്കും, അവരാർക്ക് വേണമെങ്കിൽ അവരാരുണ്ടാക്കണമെന്നേ. ചായ പോലും വെക്കാൻ അറിയാൻ പാടില്ലാത്ത എത്ര പേര് നമുക്ക് ചുറ്റുമുണ്ടെന്നുള്ളത് എനിക്ക് കേൾക്കുമ്പോൾ തന്നെ അത്ഭുതം തോന്നാറുണ്ട്. കാരണം ബേസിക് ആയിട്ടുള്ള ഒരു അറിവാണ് കുക്കിംഗ് എന്ന് പറയുന്നത്. മിനിമം ബേസിക് സ്കില്ലായിട്ട് നമ്മളത് കൂട്ടുകയും വേണം. പക്ഷേ ചില ആമ്പിള്ളേർ വിചാരിച്ചിരിക്കുന്നത് കുക്കിംഗ് എന്ന് പറയുന്നത് പെൺകുട്ടികളുടെ മാത്രം പരിധിയിൽ വരുന്നതെന്നുള്ളതാണ്. പക്ഷെ അത് റോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഇനി നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് കേട്ടോ നമുക്ക് ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ചായപ്പൊടി ഇട്ടത് ഇപ്പോൾ കൂടിയോ എന്ന ഡൗട്ട് ഉണ്ടായിരുന്നു. മതിയടാ, നല്ല കടുപ്പാവൂട്ടാ. പാൽപ്പൊടി അവിടെ ഇരിക്കുന്നത് പിന്നീടാണ് കേട്ടോ കണ്ടത്. അപ്പോൾ പിന്നെ വിചാരിച്ചു പാൽപ്പൊടിയും കൂടി ഇടാന്നുള്ളത്, അപ്പോഴേ സെറ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ നോർമലി ഇതുപോലെ കടുപ്പം ഭയങ്കരമായിട്ട് കൂട്ടിയിടുകയാണെങ്കിൽ എനിക്ക് നന്നായിട്ട് കഴിക്കും കേട്ടോ. അപ്പം മധുരം ഏറ്റിയിടുന്ന സമയത്ത് എനിക്ക് ഷുഗർ കട്ടല്ലേ, എനിക്കത് കഴിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ തേയില കൂടുതൽ ഇടണ്ടെന്ന് പറഞ്ഞത്. പിന്നെ അതിനകത്ത് ഉറുമ്പുണ്ടടാ. ഇതെന്താ പതുക്കെ 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 എനിക്ക് അവരുടെ സംസാരം കേട്ടപ്പോൾ എനിക്കെന്തോ ചായ വെക്കാൻ അറിയില്ലാത്ത പോലെയായിരുന്നു. പക്ഷെ ശരിക്കും പറഞ്ഞാൽ കണ്ടില്ല കേസ്. അതുകൊണ്ടാണ് അവന്മാരെ എന്തായാലും ചായ ഉണ്ടാക്കിയത് ഉഷാറായിരുന്നു. ഞാനാണ് കേട്ടോ ടെസ്റ്റർ, അതാണ് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേസ്. മധുരം കൂടുതലാ. ചായ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ, ചായ കുടിക്കാൻ എന്തെങ്കിലും ഗ്ലാസ് വേണ്ടേ? അവിടെ ഗ്ലാസ് ഇല്ലാത്ത കാരണം നമ്മളൊരു ഐഡിയ ആയിരുന്നു കുപ്പി കട്ട് ചെയ്യാന്നുള്ളത്. ഫ്രഷ് ആയിട്ടുള്ള 7up ബോട്ടിലാണ് കേട്ടോ. അത് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഗേസ്. പിന്നെ അവരുടെ ചീത്തയുടെ പാർക്കിനെ കൊടുത്തു. പുറത്ത് ഞാൻ ഭയങ്കര സെലിബ്രിറ്റി ആണെങ്കിൽ ഇവരുടെ മുമ്പിൽ ഞാൻ ഒന്നുമല്ല കേട്ടോ. കാരണം ഭയങ്കര പൊട്ടത്തരാണ്. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇവന്മാർ കൂടെയുള്ള സമയത്ത് എന്താണെന്ന് അറിയത്തില്ല, കുറച്ച് കൂടുതൽ പൊട്ടത്തരം കൂടിയാണ് ചെയ്യണത്. അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട് അവന്മാർ തന്നെ എനിക്ക് കട്ട് ചെയ്ത് തന്ന്. പിന്നെ ചായ തന്നെ അവന്മാർ എടുത്ത് തന്നു കേട്ടോ. ഇതാണ് നമ്മുടെ ചായ ഗൈസ്. ഇങ്ങനെ കുടിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പ്ലാസ്റ്റിക് കുപ്പിയിൽ ഭയങ്കര ചൂടൊക്കെ ആയിട്ട് കുടിക്കാൻ പാടില്ല എന്നൊക്കെയാണ്. പക്ഷെ എനിക്കറിയത്തില്ല, ഞാനിതെല്ലാം കുടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചായനെ കുടിച്ചപ്പോഴാണ് മനസ്സിലായത് മധുരം കുറച്ച് കമ്മിയായിരുന്നു. നേരത്തെ മധുരം കൂടിയ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ലായിരുന്നു കേട്ടോ, നല്ല ചായയായിരുന്നു. എൻ്റെ ഏറ്റവും വലിയൊരു ബാഡ് ഹാബിറ്റാണ് കേട്ടോ ഈ ചായ കുടിക്കുക എന്ന് പറയുന്നത്. ചായക്കകത്താണെങ്കിൽ ഇഷ്ടം പോലെ ഷുഗർ ആഡ് ചെയ്യുകയും ചെയ്യും. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം. PCODയുടെ പ്രശ്നമുള്ള കാരണം ആദ്യം എന്നോട് പറഞ്ഞത് ഷുഗർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ പറ്റും. അത് കാരണം ഞാൻ ചായ കുടിക്കുന്നതൊക്കെ ഭയങ്കര കുറവാണ്. പിന്നെ അത്രയും അത്യാവശ്യം ടയേർഡൊക്കെ ഉള്ള സമയത്ത് ഞാൻ ചായ ഇടയ്ക്കിടയ്ക്ക് കുടിക്കാറുണ്ട്. ചായ കുടിച്ചിട്ട് ചത്ത് പോവുകയാണെങ്കിൽ ചത്ത് പോകട്ടെ എന്ന് വിചാരിക്കുകയും ചെയ്യും. പിന്നെ ആണെങ്കിൽ എന്തെങ്കിലും അസുഖം വന്ന് കിടന്ന് കരയുകയും ചെയ്യും. അതാണ് അവസ്ഥ കേട്ടോ. ഒരുത്തരാണെങ്കിൽ ഇത് ചായ കുടിക്കുന്ന ഒരു കോലാണ്. അവനക്ക് പ്ലാസ്റ്റിക് കുപ്പിയിൽ വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ ചായ ഉണ്ടാക്കി അതിനകത്ത് തന്നെയാണ് കേട്ടോ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ഗതികെട്ടവൻ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അവൻ്റെ മുഖം മറച്ച് വെച്ചിരിക്കുന്നത് അവനെ കാണാതിരിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഞാനത് പബ്ലിസിറ്റിയിലാകും ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ടയർ നന്നാക്കാൻ വേണ്ടിയിട്ട് ഒരു ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് അവിടെ ആപ്പിളും പേരക്കൊക്കെ ഇരിപ്പുണ്ട്. ആപ്പിള് സേഫ് എടുത്തിട്ടാ, പേരക്കുള്ളത് നമുക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വീണ്ടും പേരക്ക കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ ഭക്ഷണം എന്ന് പറയുന്നത് പേരക്കയുണ്ട്, അതേപോലെ തന്നെ ചായയും കൂട്ടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. സേഫ് അവിടെ പണി ചെയ്ത് വന്നപ്പോഴേക്കും നമുക്ക് അടുത്ത കോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം പള്ളീനകത്ത് നിന്ന് നമുക്ക് പായസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ.